നമ്മൾ കല്യാണ സദ്യയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഊണിൻ്റെ കൂടെ ഒരു പാവയ്ക്ക മെഴുക്കുവരട്ടി കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. അതിനാവശ്യമായ ഒരു പാവയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ട്, ഒരു സവാള, 2 തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പാവയ്ക്ക നമ്മൾ അരിഞ്ഞത് ഒരു ചരുവത്തിലേക്ക് നമ്മൾ മാറ്റുന്നു. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നല്ലപോലെ അത് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുന്നു. ഒരു അരമണിക്കൂർ നമ്മൾ അതങ്ങനെ തന്നെ വെച്ചേക്കാം. ഉപ്പൊക്കെ പിടിച്ച് അതിൻ്റെ വെള്ളം ഇറങ്ങി തുടങ്ങി. നമുക്ക് നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം. ആവശ്യം പോലെ വെള്ളം അതിലുണ്ടായിരുന്നു. നല്ലപോലെ നമ്മൾ പിഴിഞ്ഞെടുക്കുന്നു. നമ്മളിത് പിഴിഞ്ഞെടുക്കുന്നത് കുഴഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ പാവയ്ക്ക മൊത്തം നമ്മൾ പിഴിഞ്ഞെടുത്തു. ഒരു പാൻ അടപ്പത്ത് വെച്ച് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയോ സൺഫ്ലവറോ ഏതായാലും കുഴപ്പമില്ല. നമ്മൾ പാവയ്ക്ക ഇട്ട് കൊടുത്തു. ചെറിയ തീയിൽ കിടന്ന് അത് നല്ലപോലെ മുരിഞ്ഞ് കിട്ടണം. നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ പരുവത്തിന് നമുക്ക് പാവയ്ക്ക വറുത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു. നമ്മളത് മാറ്റിക്കഴിഞ്ഞിട്ട് അതിനകത്തെ എണ്ണയിലേക്ക് തന്നെ കുറച്ച് 2-3 പയർ ഇരുന്നതും കൂടെ നമ്മൾ അരിഞ്ഞ് പയറും അതേപോലെ തന്നെ മുളകും തേങ്ങാക്കൊത്തും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നു. അതും നമുക്കതേപോലെ നല്ലപോലെ വറുത്ത് കിട്ടണം. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. നല്ലപോലെ പരുവത്തിന് നമുക്ക് മൂത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിനിയും ഒരു സവാള നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി നമ്മൾ വറുത്തെടുക്കണം. നമ്മൾ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ അവസാനം പാവയ്ക്ക മെഴുക്ക് പുരട്ടി നമുക്ക് തയ്യാറായി കഴിഞ്ഞു.